ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഈ കടുത്ത വേനൽ ചൂടിന് ഒരു ഇത്തിരി ആശ്വാസം പകരാനായിട്ട് നല്ലൊരു അടിപൊളി ഐസ്ക്രീമിന്റെ റെസിപ്പി ആയാലോ ഇന്ന്. നല്ല ഹോം മെയ്ഡ് മാംഗോ ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, വളരെ ഈസിയാണ്, കുറഞ്ഞ ചേരുവയെ വേണ്ടു. ആദ്യം തന്നെ ഒരു ബൗളില് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്പൂണിനെ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബീറ്റർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സ്പൂണിനെ കൊണ്ടോ വിസ്കിനെ കൊണ്ടോ ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം 2 മാംഗോയുടെ പ്യൂരിയാണ്. ആ മാംഗോ പ്യൂരി ആക്കുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ടാണ് പ്യൂരി ആക്കിയത്. എന്നിട്ട് അതും വിപ്പിംഗ് ക്രീമും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് യോജിച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ കുഴിയുള്ള പോലത്തെ പാത്രം എടുക്കുന്ന, പരന്ന പാത്രത്തിനെക്കാട്ടിയും കുഴിയുള്ള പാത്രം എടുക്കുന്നതാണ് കേട്ടോ ഐസ്ക്രീം ആക്കാൻ ഏറ്റവും നല്ലത്. അതിലേക്ക് ഞാൻ കുറച്ച് മാംഗോ പീസസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മാംഗോ ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല കടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഒന്നും കൂടി അതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. ഓക്കെ, മാങ്ങയുടെ മധുരം നോക്കിയിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിന്റെ അളവ് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഇതിപ്പം ഇച്ചിരി മധുരം കുറവാ, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂറിന് ശേഷം ഒന്നും കൂടി ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ബീറ്ററിന്റെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഒന്ന് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഈ ബോക്സിൽ തന്നെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് നീളമുള്ള ബോക്സ് എടുക്കണം എന്ന് പറയുന്നത്. പരന്ന ബോക്സ് ആകുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതൊരു 6 hours ഫ്രീസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇത് നല്ല അടിപൊളി മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും നല്ല ചൂടല്ലേ, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടാവും. പിള്ളേർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടാവും. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒന്നുകൂടി ഞാൻ എടുത്ത അളവ് പറയാം കേട്ടോ. ഞാനൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 മാങ്ങയുടെ പ്യൂരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പ്യൂരി ആക്കുമ്പോൾ തന്നെ ഒരു 2-3 നമുക്ക് ആവശ്യമുള്ള അത്ര മാംഗോയുടെ മധുരം നോക്കിയിട്ട് നമുക്ക് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യാം. എന്നിട്ട് വിപ്പിംഗ് ക്രീമും നമ്മുടെ ഈ പ്യൂരിയും കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് മാംഗോ ക്യൂബ്സ് ഇടുക. എന്നിട്ടൊന്ന് ഫ്രീസ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം അതെടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ പിന്നെ ഫ്രീസ് ചെയ്തതിന് ശേഷം പുറത്തെടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെയും ഒന്ന് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് ഒരു 6 hours ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോഴത്തേക്ക് അടിപൊളി ഐസ്ക്രീം ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ഐസ്ക്രീമിന്റെ ടെക്സ്ചർ കണ്ടാൽ അറിയാലോ. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഐസ്ക്രീം എടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള ചെറിയ ചെറിയ തട്ടിക്കൂട്ട് റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം താങ്ക് യു.